ദൈവ സാന്നിധ്യം വരുന്നിടത്ത് there will be authentic worship that will touch heaven. എന്താണ്? ശരിയായ എന്താ വാസ്തവമായ യഥാർത്ഥമായ ആരാധന എവിടെ ഉണ്ടാകും? ആ ആരാധന എവിടെ തൊടും? സ്വർഗത്തെ തൊടുന്ന ആരാധന. ഇന്ന് നമ്മളും വന്ന് ആരാധിക്കുന്നു, നമ്മളും വന്ന് പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇതൊക്കെ സ്വർഗത്തെ തൊടുന്നുണ്ടോ? അല്ലേ? അത് നമ്മൾ പ്രീ പ്ലാൻഡ് അല്ല ആരാധന. അത് നേരത്തെ സെലക്ട് ചെയ്ത സോങ്സ് അല്ല, അത് പ്രാക്ടീസ് ചെയ്ത മ്യൂസിക് അല്ല. അതെന്താണ്? അത് ഓത്തൻറ്റിക്കാണ്, അല്ലേ? ഓത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ആരാധന ഈ ദിവസങ്ങളിൽ വാസ്തവമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്നൊരു കാര്യമാണ് there will be divine rest. ഒരു വലിയ ദൈവികമായ വലിയൊരു സ്വസ്ഥത ആൻഡ് ഹെവി പീസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ളൊരു ഭയങ്കര സമാധാനം. ഇന്ന് സമാധാനം ഇല്ലാതെ പലരും ദൈവസഭയിലേക്ക് കയറി വരുന്നത്. പക്ഷേ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് വന്നിട്ട് പോകുമ്പം അവർക്കൊരു വലിയ സമാധാനം അവരുടെ ഉള്ളിൽ വരും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യം. അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് thee and I will give thee rest. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് എന്തുണ്ട്? റെസ്റ്റ് ഉണ്ട്. അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്ന എല്ലാവരുമായുള്ളവേ ഇങ്ങോട്ടിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് തരും? എല്ലാവർക്കും ചോറ് തരുമെന്നാണോ? അല്ല, റെസ്റ്റ് തരും. ഇന്ന് ഈ റെസ്റ്റിന് വേണ്ടിയാണ് ജനം പരക്കം പായുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം, ആ റെസ്റ്റ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ആ സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അല്ലേ? അതൊരു വലിയ സമാധാനമാണ്.